വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സെർവിക്സ് ക്ലോസ്ഡ് ആയിട്ടുണ്ട്, സീൽഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സെർവിക്സ് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളെന്ന് പറയാൻ കാരണം വെരി ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണം ആയതുകൊണ്ടാണ്. സെർവിക്സ് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ തന്നെ ക്ലോസ്ഡ് ആവാനാണ് ചാൻസ്. കൂടുതൽ ഇൻഫെക്ഷൻസ് ഒക്കെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് നന്നായിട്ട് സീൽഡ് ആവുകയും അതുപോലെ മ്യൂക്കസ് പ്ലഗ് അവിടെ പ്രൊഡ്യൂസ് ആവുകയും അറ്റാച്ച് ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് കൺസീവ് ആയിട്ടുണ്ട്. നാച്ചുറലി പറഞ്ഞു കൊടുക്കുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഹോം റെമഡീസും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതുവഴി നിങ്ങൾക്കും കൺസീവ് ആകാനായിട്ട് സാധിക്കും. പക്ഷെ ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു ടിപ്സും തന്നെ. ഡോക്ടർ തരുന്ന എക്സ്പേർട്ട് അഡ്വൈസിനോടൊപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി ഇതുപോലെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ തന്നെ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്കില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തന്നെയും പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യവും കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്തേക്കണം. ബിക്കോസ് ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ തന്നെ ഉണ്ടായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നവരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുക. രാത്രിയുള്ള സമയത്താണെങ്കിലും ഒരുപാട് ടയേർഡായിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും ഉറക്കം അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കിട്ടാത്ത ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാവുക. ഭയങ്കര ഡിസ്കംഫേർട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയം മുതൽ നമുക്ക് ഉണ്ടാകാം. ഗ്യാസ് ട്രബിളിന്റെ രൂപത്തിലും അതുപോലെ കിടക്കുന്ന സമയത്ത് ഒരു ഭാഗത്തോട്ട് ചരിഞ്ഞു കിടക്കുന്ന സമയത്ത് അസ്വസ്ഥതകളായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാകാം. അതുപോലെ ചില ആളുകൾക്ക് ആൻസൈറ്റിയും ഈ സമയത്ത് ഭയങ്കര കൂടുതലാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ചിന്തിച്ച് പോകുമ്പോഴേക്കും ആ ഒരുപാട് ടൈം ലേറ്റ് ആവുന്നത് നമ്മൾ അറിയാതെ വരുന്ന കണ്ടീഷൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഒന്നാമത് ചൂടുള്ള സിറ്റുവേഷൻ ഒക്കെ ആവുന്ന സമയത്ത് ഒന്നും കൂടി ചൂട് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ബോഡി നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വെറ്റിങ് നന്നായിട്ടുണ്ടാകാം. അതുപോലെ ഹോട്ട് ഫ്ലാഷ്, അതായത് നൈറ്റ് ടൈമിൽ ശരീരം നന്നായിട്ട് ചൂടാകുന്നത് പോലുള്ള അവസ്ഥകളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രി സമയത്ത് ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. പക്ഷേ കഴിവതും നിങ്ങൾ എങ്ങനെയെങ്കിലും രാത്രി സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. നമ്മൾ രാത്രി സമയങ്ങളിൽ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനൊക്കെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിറ്റേ ദിവസം ഭയങ്കര അസ്വസ്ഥതകൾ ബോഡിയിൽ ഉണ്ടാകാം. ഭയങ്കര ദാഹം, ടയേർഡ്നെസ്, ഒന്നും എഴുന്നേക്കാൻ പറ്റാതെ വരിക, വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ ബോഡിയിലേക്ക് വരാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രി സമയത്ത് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ധരിക്കാതെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് കിടക്കാനായിട്ട് നോക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇലക്ട്രോണിക് ഡിവൈസസ് മാറ്റി വെച്ച് രണ്ടുപേരും നല്ല ക്വാളിറ്റി ടൈം പരസ്പരം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ള സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം പരസ്പരം ഷെയർ ചെയ്തിട്ട് ഉറങ്ങാൻ കിടക്കുവാണെങ്കിൽ നിങ്ങളുടെ മൂഡൊക്കെ ഒരുപാട് റിലാക്സ്ഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ട്രബിൾ സ്ലീപ്പിംഗ് ആണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കണ്ടീഷനാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതായിട്ട് വരിക. ചില സ്ത്രീകൾക്ക് ഓവുലേഷൻ വരെ ചെയ്തല്ലോ, ഇനി ഓവുലേഷന് ശേഷം ചെയ്യേണ്ട, കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ മൈൻഡ് അതുമായിട്ട് യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സമയത്ത് ഇപ്പോൾ ഹസ്ബൻഡ് ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കണ്ടീഷൻസ് അവരുടെ ആ മൈൻഡ് സെറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഒരുപാട് ഡോക്ടേഴ്സ് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ കോണ്ടാക്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേരോട് കോണ്ടാക്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയുന്ന സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു എൻജോയ്മെന്റും ഒരു മെന്റൽ പ്ലഷറും കോണ്ടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് വില്ലിംഗ് ആണ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഗോ എഹെഡ്. നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, വേറെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റുള്ള രീതിയിലോട്ടൊന്നും പോകാതെ, അതായത് ഫിംഗറിംഗ് പോലുള്ള മെത്തേഡ്സ് ഒന്നും ചെയ്യാതെ നോർമലായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടാവില്ല. ലൂട്ടിയൽ ഫേസിലോട്ട് കടന്ന് ഒരു സമയത്ത് തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞോളൂ നിർത്താനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ പലർക്കും ഒരുപാട് അസ്വസ്ഥതകൾ ഈ സമയത്ത് ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് സ്മെൽ അവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന സ്പ്രേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്മെല്ല്, ഫ്രാഗ്രൻസ് അടുത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകാത്ത കണ്ടീഷൻസ് ഉണ്ടാകാം. ഒരുപാട് പേര് അങ്ങനെയുണ്ട്. 10 മന്ത്സോളം ഹസ്ബൻഡിൽ നിന്ന് മാറി നിന്നവർ വരെയുണ്ട്. അദ്ദേഹം അടുത്തേക്ക് വരുന്ന ഒരു സ്മെല്ല് ഇഷ്ടമാകാത്ത സിറ്റുവേഷൻസ്
കണ്ടീഷൻസിൽ വോമിറ്റിംഗ് ആയിട്ട് ഭയങ്കര ട്രിഗർ ആകുന്നത് പോലെയൊക്കെ കണ്ടീഷൻസ് പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സ്മെൽ അവേർഷനും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പോയി പോകും. മറ്റു ചില ആളുകൾക്ക് മോർണിംഗ് സിക്നസ് ഭയങ്കര കൂടുതലായിരിക്കും. വോമിറ്റിങ്ങും ഗ്യാസ് ട്രബിളും നെഞ്ചരിച്ചിലും അങ്ങനെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാതായി പോകുന്ന, മൈൻഡ് സെറ്റ് അങ്ങനെ മാറിപ്പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. മൂന്നാമത് ഇതിലോട്ട് ഉണ്ടാവാനായിട്ടുള്ള കാരണമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്. അതായത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ നന്നായിട്ട് ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് വജന ആ ഒരു സമയത്ത് ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് ഡ്രൈനെസ് ഉണ്ടാവുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ അവിടെ വേദന ഭയങ്കരമായിട്ടുണ്ടാകും, പുകച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ വെച്ചിട്ട് പൂർണ്ണമായിട്ടും കോണ്ടാക്റ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. പുരുഷന്മാരാണ് കേൾക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക, സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിൽ ലൂട്ടിയൽ ഫേസിന് ശേഷം ലൂട്ടിയൽ ഫേസിന്റെ സമയത്ത് കോൺടാക്ട് ചെയ്യരുത്. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെയാണ്, മെന്റലി രണ്ടുപേരും പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് ലോവർ അബ്ഡമനിൽ ഉണ്ടാകുന്ന ഭയങ്കര ഒരു ഹെവിനെസ്, വയറെപ്പോഴും വീർത്തിരിക്കുന്നത് പോലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുക. എപ്പോഴും നമ്മൾ കുമ്പിടുന്ന സമയത്താണെങ്കിലും ഒന്നും പൂർണ്ണമായിട്ട് കുമ്പിടാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരിക. കുമ്പിടുമ്പോൾ ഫ്രീ ആയിട്ട് കുമ്പിടാൻ പറ്റാതെ ഏതെങ്കിലും ഒരു അരികു ഭാഗത്തായിട്ട് നമുക്ക് അസ്വസ്ഥത പോലെ കണ്ടിന്യൂസ് ആയിട്ട് വരിക. കുമ്പിടുമ്പോൾ അവിടെ എന്തോ ഉണ്ടല്ലോ എന്നുള്ളൊരു തരത്തിലെ ഫീലിങ്സ് നമുക്ക് ഉണ്ടായിട്ട് വരിക. ഇംപ്ലാന്റേഷൻ നടക്കുന്നത്, ഇപ്പോൾ ഓവുലേഷൻ നടന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇംപ്ലാന്റേഷൻ പൊതുവേ ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത് ലെഫ്റ്റ് ഭാഗത്താണ്. കുമ്പിടുന്ന സമയത്താണെങ്കിലും ഭയങ്കര അസ്വസ്ഥതകൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. തുടക്കത്തിലെ സമയത്ത് ആ എംബ്രിയോ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഹെവിനെസ് ആണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. അതുവരെ പ്രഗ്നന്റ് ആകാത്തൊരു സ്ത്രീകൾക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിൽ യൂട്രസ് ഒക്കെ അപ്പോൾ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ആ ഒരു മാറ്റമായ നമ്മുടെ ശരീരത്തിന് പുതിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും കുമ്പിട്ട് ആ ഒരു ഫീലിങ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷനൊക്കെ നന്നായിട്ട് വന്നോളൂ. അതല്ലാതെ ഇപ്പോഴേ നമ്മൾ കൂടുതലായിട്ട് കുമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതുപോലത്തെ ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുമ്പിട്ട് നിവർന്നിട്ട് ചെയ്യുന്ന ജോലികളൊക്കെ പൂർണ്ണമായിട്ടും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ കുമ്പിട്ട് നിവർന്ന് ചെയ്യുന്ന ജോലികൾക്ക് ഒരു ലിമിറ്റ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ബോഡിക്ക് ഗ്രോത്തിന് അത് ഒരുപാട് സപ്പോർട്ട് ചെയ്യും. മറ്റുള്ള വയറ് ഉളുക്കൽ, കൊളുത്തി പിടിക്കൽ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓൾറെഡി വൈറൽ ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് കൂടുതൽ കുമ്പിട്ട് നിവർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വയറ് നീര് വീഴാനായിട്ടുള്ള ചാൻസസ് ഒക്കെ അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ നമ്മളായിട്ട് ബോഡി ഒരുപാട് ഒന്നും കൂടി ടയർഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു സമയത്ത് ചെയ്യണം കേട്ടോ. അടുത്തൊരു ലക്ഷണമാണ് വായിൽ ഉമിനീര് വന്ന് നിറയുന്നത് പോലെ നമുക്ക് തോന്നുക. നമ്മുടെ നോർമലി വായിൽ ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് ഉമിനീര് വരിക, നമ്മളത് വിഴുങ്ങി പോവുക. ഈ ഒരു കാര്യം നാച്ചുറൽ ആയിട്ട് തന്നെ ബോഡിയിൽ നടക്കുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും വായിലെ ഉമിനീരിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഉമിനീര് ഇടയ്ക്കിടയ്ക്ക് വന്ന് നിറയുന്നതും അതുപോലെ നമുക്ക് തുപ്പിക്കളയേണ്ട തരത്തിലുള്ള ഒരു കണ്ടീഷനും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻസിയിൽ ഈ ഒരു ടേമിനെ വളരെ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി സ്ത്രീകൾക്കും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു എന്നും കൂടി പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഹോർമോൺ ചേഞ്ച് ആണ്. രണ്ടാമതായിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ ആ ഒരു മോർണിംഗ് സിക്നസ് ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വോമിറ്റ് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് നിൽക്കുന്നു, നിങ്ങൾ വോമിറ്റ് ചെയ്യാത്തത് പോലെ ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നേ ഉള്ളൂ, വോമിറ്റ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം വരാനായിട്ട് ചാൻസ് ഉണ്ട്. മൂന്നാമത്തേതാണ് നമ്മളിൽ ഉണ്ടാവുന്ന ഹാർട്ട് ബേൺ അല്ലെങ്കിൽ അസിഡിറ്റി നന്നായിട്ട് ഉണ്ടാവുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഡൈജഷൻ പ്രഗ്നൻസി ടൈമിൽ വളരെയധികം സ്ലോ ആയിട്ട് നടക്കുകയുള്ളൂ. ഈ സമയത്ത് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ദഹിക്കാനായിട്ടുള്ള ടൈം കുറവേ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് ട്രബിൾ ആയിട്ടും നെഞ്ചരിച്ചിലൊക്കെ ആയിട്ടും ഈ ഒരു കണ്ടീഷൻ പുറത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഡയറ്റിൽ തന്നെ നിങ്ങൾ മീൽസ് കഴിക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ തവണയായിട്ട് ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഓറൽ ഹൈജീനും നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ദിവസത്തിൽ 2 തവണയായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ മൗത്ത് വാഷ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. വായിൽ ഉമിനീര് വരുന്നു എന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കുന്നതിന്റെ അളവ് നിങ്ങൾ കുറയ്ക്കരുത്. ധാരാളം വെള്ളം കുടിക്കാനായിട്ടുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കണ്ടീഷൻ കൂടുതലായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ച്യൂയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ചവച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മെഡിസിൻസ് തരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയുമാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങൾ. സെർവിക്സ് ക്ലോസ്ഡ് ആവുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും. സെർവിക്സ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് തന്നെ ക്ലോസ്ഡ് ആവുന്ന അല്ലെങ്കിൽ സീൽഡ് ആവുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് കൂടി നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.